നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്രസേനയും വധിക്കാൻ ശ്രമിച്ച കേസ് CPM നേതൃത്വത്തെ ആകെ ചരിത്രത്തിലില്ലാത്ത വിധം കടുത്ത നിയമക്കുരുക്കിലേക്ക് നയിക്കുകയാണ്. ആക്രമണം സ്വാഭാവിക ജനരോക്ഷമല്ലെന്നും കൃത്യമായ പാർട്ടി നിർദ്ദേശപ്രകാരം നടന്ന ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമുള്ള സംശയം ബലപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന അറസ്റ്റിലായ മുൻ കൗൺസിലർ IP ബിനുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അണികളോട് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്താൻ നേതാക്കൾ നിർദ്ദേശിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും പാർട്ടിയെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുകയാണ്. കേരള പോലീസ് വിചാരിച്ചാൽ ഉന്നത നേതാക്കൾ വരെ പ്രതികളാകാവുന്ന കേസിൽ കേന്ദ്ര ഏജൻസിക്കെതിരായ ആക്രമണമായതിനാൽ തന്നെ CBI അന്വേഷണം വരാനുള്ള സാധ്യത നിയമവൃത്തങ്ങൾ പ്രവചിച്ചു കഴിഞ്ഞു. അതായത് ഇവിടെ നോക്കേണ്ടത് വെൽ പ്ലാൻഡ് ആയിട്ടാണ് NIA വന്നത്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള CPM-ൽ കരുത്തുറ്റ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ റെയ്ഡ് വരുമ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്തേക്ക് പാർട്ടിക്കാർ ഇരച്ചെത്താനും അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വ്യക്തമായ സ്റ്റഡി അവിടെ NIA നടത്തിയിട്ടുണ്ട്. NIA അങ്ങനെ ഒന്നും കാണാതെ ഒന്നും വന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രസേനയെ അത്രയും അവിടെ ഇറക്കിയതും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കേന്ദ്രസേനയിൽ സ്ത്രീകളായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. CRPF യൂണിഫോമിൽ അവർ ഉണ്ടായിരുന്നു. അവർ പുറത്താണ് നിന്നത് എന്നുള്ളതാണ്. ഈ ആക്രമികളിൽ ആരെങ്കിലും ഒരാളുടെ ഒരു കല്ലേറോ അല്ലെങ്കിൽ ഒരു കുപ്പിയേറോ അതിൻ്റെ ഏതെങ്കിലും തുണ്ട് ഭാഗമോ ആ വനിതാ ഉദ്യോഗസ്ഥയുടെ പുറത്ത് കൊണ്ടിരുന്നുവെങ്കിൽ കളി മാറുമായിരുന്നു എന്ന് വ്യക്തമാണ്. അങ്ങനെ കൊണ്ടിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഒരു നിയമം തന്നെ അല്ലെങ്കിൽ വേറെ ഒരു വകുപ്പ് തന്നെ ഈ പ്രതികൾക്കെതിരെ ഇടാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ചില്ലറ കളിയല്ല കളിക്കുന്നത്. NIA ഒന്ന് തുറച്ചു നോക്കി അല്ലെങ്കിൽ NIA വണ്ടിയെ ഇത്രത്തോളം ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞില്ലായിരുന്നു. പകരം ഒന്ന് പ്രതിഷേധിച്ചത് മാത്രമേ ഉള്ളൂ. ബംഗാളിൽ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. എന്തായാലും മുട്ടയെറിഞ്ഞ ബിനു അടക്കമുള്ളവർ ഇപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ചിത്രം ഒക്കെ തന്നെ ചിരിച്ചുകൊണ്ട് വലിയ വീരസാഹസികതയോടുകൂടി പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ ബിനു അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവ വികാസ കോലാഹലങ്ങളും പ്രധാന മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും മാറിക്കഴിയുമ്പോൾ പാർട്ടി പതിയെ ഇവരെ എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാവുകയാണ്. കേസിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി 200-ലേറെ CPM പ്രവർത്തകരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇതിൽ EDയുടെ വാഹനങ്ങൾ തകർത്ത 25ഓളം പേരെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിലവിൽ മ്യൂസിയം പോലീസിന് പുറമെ ഷാഡോ ഡാൻസ് ഓഫ് സംഘങ്ങളും മറ്റ് സ്റ്റേഷനുകളിലെ പോലീസുകാരും ചേർന്ന് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രതികളുടെ വീടുകളിലും ബന്ധുവീടുകളിലും ലോഡ്ജുകളിലും വ്യാപക റെയ്ഡ് നടത്തുകയാണ്. തിരിച്ചറിഞ്ഞ 8 പ്രധാന പ്രതികൾക്കായി പോലീസ് ഇതിനോടകം തന്നെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. കനത്ത ആക്രമണത്തിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന ആക്ഷേപം ശക്തമായതോടെയാണ് ഒളിവിലുള്ള പ്രതികളെ പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് തിരക്കിട്ട നീക്കം നടത്തുന്നത്. സംഘർഷത്തിന് നേതൃത്വം നൽകിയ CPM പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു അടക്കം 18 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. എന്നാൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുന്നതിന് തൊട്ടു മുൻപ് ബിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച വിവാദ പോസ്റ്റാണ് കേസിൽ CPM-ന് ഏറ്റവും വലിയ കെണിയായി മാറിയിരിക്കുന്നത്. പിടിച്ചതല്ല, പിടികൊടുക്കുന്നതാണ്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക എന്നതാണ് എന്റെ നിലപാടും ശരിയും എന്നായിരുന്നു ബിനുവിന്റെ വരികൾ. കേന്ദ്ര ഉദ്യോഗസ്ഥരെയും CRPF ജവാന്മാരെയും ഈ ചുടുകട്ട കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്ത പ്രകാരമാണെന്ന ബിനുവിന്റെ പരസ്യ പ്രഖ്യാപനം കൃത്യമായ കുറ്റസമ്മതമായാണ് ED വിലയിരുത്തുന്നത്. കേന്ദ്ര ഏജൻസികൾ ഈ പോസ്റ്റ് ഔദ്യോഗിക ഡിജിറ്റൽ തെളിവായി സ്വീകരിച്ചു കഴിഞ്ഞു. ആക്രമണത്തിന് ആഹ്വാനം നൽകിയ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീട്ടാൻ EDക്ക് ലഭിച്ച ഏറ്റവും ശക്തമായ ആയുധമാണ് ഇത്. ബിനുവിന്റെ പോസ്റ്റിന് പിന്നാലെ തലസ്ഥാനത്തെ CPM നേതാക്കൾ അണികളോട് അടിയന്തരമായി പ്രതിഷേധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശിക്കുന്ന നിരവധി വാട്സ്ആപ്പ് ശബ്ദ സന്ദേശങ്ങളും പുറത്തുവന്നു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അക്രമ ദൃശ്യങ്ങളിലുള്ള CPM പ്രവർത്തകരുടെ വിവരങ്ങളും പ്രൊഫൈലുകളും പരസ്യപ്പെടുത്തി രംഗത്തെത്തിയതും പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും കാര്യങ്ങൾ എളുപ്പമാക്കി.
ഡിജിറ്റൽ തെളിവുകളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി ജില്ലാ സംസ്ഥാന നേതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പോലീസിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായാണ് ഇതിനെ കാണുന്നത്. കേസിലെ ഒന്നാം സാക്ഷിയാകാൻ സാധ്യതയുള്ള ആക്രമികൾ തകർത്ത വാടകക്കാരന്റെ ഡ്രൈവർ ശ്യാമിനെ സ്വാധീനിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള A റഹീം MP നടത്തിയ നീക്കങ്ങളും കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത്. താനൊരു CPM അനുഭാവിയായിരുന്നിട്ടും തന്റെ ജീവനമാർഗം തകർത്തതിലുള്ള വിഷമം ശ്യാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് A റഹീം ശ്യാമിനെ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി വലിയ തുക നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത്. പുറമേക്ക് ഇതൊരു മാനുഷിക പരിഗണനയായി പാർട്ടി ചിത്രീകരിക്കുമ്പോൾ വിചാരണ വേളയിൽ കേസിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഏറ്റവും നിർണായക സാക്ഷിയെ പ്രലോഭിപ്പിച്ച് ഒപ്പം നിർത്താനുമുള്ള പ്രത്യക്ഷ നീക്കമായാണ് ED ഇതിനെ കോടതിയിൽ ഉയർത്തിക്കാട്ടുക. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതിഭാഗത്തുള്ള ഉന്നത നേതാക്കൾ ശ്രമിക്കുന്നു എന്ന പ്രോസിക്യൂഷൻ വാദം പ്രതികൾക്ക് ദീർഘകാലം ജാമ്യം നിഷേധിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. കേരള പോലീസ് ഈ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഗൂഢാലോചനയിൽ പങ്കാളികളായ CPM ഉന്നത നേതാക്കൾ മുഴുവൻ പ്രതിപട്ടികയിൽ വരും. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ സംസ്ഥാന പോലീസ് ഉന്നതരിലേക്ക് അന്വേഷണം നീട്ടില്ല എങ്കിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ വധശ്രമമായതിനാൽ കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടേക്കും.